ഹായ്. സ്റ്റേജിൽ കയറുമ്പോൾ ടെൻഷനുണ്ടോ? നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണല്ലേ പബ്ലിക്കിന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കണം, അതുപോലെ എന്തെങ്കിലും ഒരു പെർഫോമൻസ് ചെയ്യണമെന്നൊക്കെ. പക്ഷെ നമ്മുടെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ട് അല്ലേ? ആ ടെൻഷൻ വരുമ്പോൾ നമുക്ക് ഒന്നും ചെയ്യാൻ അറിയില്ല അല്ലേ? സ്റ്റേജിൽ കയറിയാൽ തന്നെ നമ്മൾ ഇത്തിരി പെരുത്ത ആൾക്കാരിയ്ക്കുമ്പോൾ അവരെ മുമ്പിൽ വെച്ച് എന്ത് പറയും, എന്ത് സംസാരിക്കും എന്നുള്ളൊരു ടെൻഷൻ വരും നമുക്ക്. അപ്പോൾ ആ ടെൻഷനൊക്കെ മാറ്റാനുള്ള ഒരു പോംവഴിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഏറ്റവും അധികം വേണ്ടത് ഒരു ആഗ്രഹമാണ് അല്ലേ? നമുക്ക് എങ്ങനെ സ്റ്റേജിൽ കയറി നിന്ന് സംസാരിക്കാൻ പറ്റും, എങ്ങനെ പെർഫോമൻസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ വരുമ്പോഴാണ് നമുക്ക് ധൈര്യം ഉണ്ടാവുള്ളൂ. അടുത്തത്, നമ്മളെ തന്നെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. നമുക്ക് പേടിയാണ്, നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്തയുണ്ട് അല്ലേ നമ്മുടെ മനസ്സിൽ. അതായും തന്നെ മാറ്റിവെക്കുക. നമ്മളെല്ലാത്തിനും റെഡിയാണ്. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ളൊരു വഴിയാണ് അല്ലേ നമ്മുടെ ആഗ്രഹം. ആ ആഗ്രഹത്തിലേക്ക് എത്താനുള്ളൊരു വഴിയാണ്. അപ്പോൾ നമ്മുടെ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നിന്നിട്ടൊരു കാര്യമില്ല. അതിലേക്ക് എത്താൻ കൂടി നമ്മൾ തയ്യാറാകണം. നമുക്ക് നീന്തണം എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരുന്നാൽ നീന്താൻ പറ്റും? ഒരിക്കലും പറ്റില്ല. നമ്മൾ നീന്താൻ കുളത്തിലിറങ്ങി നീന്തിയാൽ തന്നെയാണ് ആ നീന്തൽ പഠിക്കാൻ പറ്റുള്ളൂ അല്ലേ? അതുപോലെ തന്നെയാണ് ഡ്രൈവിങ്ങും. നമ്മൾ ഡ്രൈവിങ് പഠിക്കണം. വെറുതെ നിന്നാൽ പഠിക്കുമോ? ഇല്ല. നമ്മൾ കാർ ഓടിച്ച് നോക്കിയാൽ തന്നെയാണ് ഡ്രൈവിങ് പഠിക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ആഗ്രഹം നമ്മുടെ മനസ്സിലുള്ളിൽ വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് വല്ലതും സാധിക്കും? ഒരിക്കലുമില്ല. നമ്മളപ്പോൾ സ്റ്റേജിൽ കയറി നിന്ന് നമ്മുടെ അറിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കൂടി നമ്മൾ ശ്രമിക്കണം. തന്നെ നമുക്കൊരു കണ്ണാടയുടെ മുമ്പിൽ നിന്നിട്ടല്ലേ, പബ്ലിക്കിന്റെ മുമ്പിലാണ് നിന്ന് നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാം അല്ലേ? അപ്പോൾ അവിടെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നമുക്ക് തന്നെ അത് തിരുത്താൻ പറ്റും. അതുപോലെ നമുക്ക് ആത്മവിശ്വാസം കൂടും, നമുക്ക് ഭയമില്ലാതെ സംസാരിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് നല്ല വാക്കുകളോടെ നമ്മുടെ ആളുകളെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റും അല്ലേ? അങ്ങനെയൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആളുകളോട് സംസാരിക്കാൻ പറ്റും അല്ലേ? അപ്പോൾ നമുക്ക് സൊസൈറ്റിയിൽ തന്നെ നല്ലൊരു വാല്യൂ കിട്ടും. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറും. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ കഴിവ് നമ്മുടെ കോൺഫിഡൻസ് കൂട്ടാനും, അതുപോലെ അവരെന്ത് വിചാരിക്കുന്നുള്ള ചിന്ത നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്